നമസ്കാരം, ധനേഷാണ്. അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം നമ്മുടെ രാത്രിയാണെങ്കിൽ ഒരു 12:30 മണിയായിട്ടുണ്ട്. ഞാൻ രാത്രി ഡ്യൂട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വൃത്തിയായിട്ട് വിശക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഗ്യാലറിയിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കി, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് കുക്കും ചെയ്തൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഒന്ന് ഗ്യാലറിയിലോട്ട് പോയിട്ട് വരാം കേട്ടോ. വാ. ഫ്രിഡ്ജ് തുറന്നു നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. മുട്ടയൊക്കെ ഉണ്ട്. മുട്ടയൊന്നും വേണ്ട. ആഹാ, നല്ല ഒന്നാന്തരം നമ്മുടെ ചെറിയ എന്താ പറയുക, നമ്മുടെ നെത്തോലി എന്ന് പറയത്തില്ല നമ്മുടെ നാട്ടിലെ. അപ്പം നെത്തോലി ആണെങ്കിൽ ഇതെടുത്ത് നമുക്കാണെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് ഉണ്ടാക്കാം. എന്തൊക്കെയാലും കുറച്ചെടുക്കാം കേട്ടോ. കുറച്ച് നെത്തോലി എടുക്കാം. കുറച്ചെടുക്കുന്നുള്ളൂ, ഇത്രയും മതി. അങ്ങനെ ഞാൻ ഇത്രയും നെത്തോലി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചാണ്, ഇത് ഉണക്കമീൻ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ ഇപ്രാവശ്യത്തെ പ്രൊവിഷനിലൂടെ ഞങ്ങൾക്ക് വന്നതാണ്. എന്തൊക്കെയാണ് ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ പൈപ്പൊക്കെ ഒന്ന് ഓണാക്കി ജസ്റ്റ് ഒന്നുകൂടെ വെക്കാം. എന്നിട്ട് പൈപ്പ്, കാരണം ഒരു കൈ ക്യാമറ ഷൂട്ട് ചെയ്യുന്നുള്ളതില്ലേ, അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് വെക്കാം. ഇപ്പം ഞാൻ നെത്തോലി ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. ഒത്തിരി ചേർക്കുന്നില്ല, കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. കാരണം ഈ നെത്തോലി ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഉപ്പൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം മുളക് പൊടികളൊന്നും ചേർക്കുന്നുണ്ട്. കാരണം നമുക്ക് മലയാളികൾക്ക് ഇച്ചിരി മുളക് പൊടിയൊന്നും ഇല്ലെങ്കിലൊക്കെ എങ്ങനെയാണ്, ജസ്റ്റ് ഒരു ഇച്ചിരി അല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് മൈക്രോവനെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാലും ഇതിനകത്ത് തക്കാളിയുടെ സോസ് കാണണം. ഇതാണ് ടൊമാറ്റോ സോസ്. ഞാൻ ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. കാരണം എന്താ ഈ ടൊമാറ്റോ സോസ് ചേർക്കുന്നേ? കാരണം ടൊമാറ്റോ സോസ് ചേർത്തില്ലെങ്കിൽ ആ മീനിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ടൊമാറ്റോ സോസും കൂടി ചേർത്തേക്കുന്നത്. ഇനി അതുപോലെ ഫ്രിഡ്ജ് ഒന്ന് ഓപ്പൺ ആക്കി അതുപോലെ തന്നെ ഞാനത് വെക്കാൻ പോകണം. എന്നിട്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഒന്ന് ക്ലോസ് ചെയ്ത് ഇനി നമുക്ക് ഇത് നല്ല വൃത്തിയായിട്ട് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ശരിക്കും ഒന്ന് മിക്സ് ആയിട്ട് നമുക്ക് വരാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ അങ്ങനെയാണ് എല്ലാം ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരെ മൈക്രോവേവിലോട്ട് വെക്കുവാണ്. ഇത് ഒത്തിരി സെക്കൻഡ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡിനുള്ളിൽ തന്നെ കുക്കായി വന്നിരിക്കും. ഇനി ഞാൻ മൈക്രോവേവിലിട്ട് വെക്കാൻ പോകണം. ഞാൻ ഓൾറെഡി മൈക്രോവേവ് എടുത്തിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ടൈം ഒന്ന് റീസെറ്റ് ചെയ്യുന്നു, 0 ആക്കി. എന്നിട്ട് ഞാൻ എൻ്റെ ഈ കറുവാട്, നമ്മുടെ തമിഴ്നാട്ടിൽ ഇതിനെ കറുവാട് എന്നൊക്കെ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് മൈക്രോവേവിലിട്ട് വെക്കണം. കൂടുതൽ സമയം വെക്കുന്നില്ല, ജസ്റ്റ് ഒരു 1 മിനിറ്റേ വെക്കുന്നുള്ളൂ ഞാൻ കേട്ടോ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി അങ്ങനെ 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആഹാ, അന്തസ് നോക്കണേ. അപ്പോൾ ഇനി അതൊന്ന് ഞാൻ പ്ലേറ്റിലോട്ടൊന്ന് മാറട്ടെ. ഇതുകൊണ്ട് അങ്ങനെ ഞാനിപ്പോൾ ഓൾറെഡി ആ കറുവാട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേറ്റിലോട്ട് മാറ്റും. നിങ്ങൾ നോക്കിയേ, ആ ടൊമാറ്റോ സോസിൻ്റെ അതും പിന്നെ ആ വെളിച്ചെണ്ണയുടെയും പിന്നെ ചെറിയൊരു എരിവും സ്പൈസി ഒക്കെ ആയിട്ട് ഇനി ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുള്ള ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് നോക്കിട്ട് പറയാം കേട്ടോ. അപ്പോൾ രാത്രി ഉണ്ടല്ലോ കുക്ക് ചെയ്ത് ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. പെട്ടെന്ന് പെട്ടെന്ന് കയറി കുക്ക് ചെയ്താണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ച് നോക്കി ടേസ്റ്റ് പറയാം. കാരണം ഒരു കൈ ക്യാമറയും ഒറ്റ കയ്യിലുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് വെച്ചാൽ കഴിക്കുകയൊക്കെ ചെയ്യണത്. അങ്ങനെ നോക്കണേ. 2 പിടിയിൽ കൊണ്ട് ഓൾറെഡി ഞാൻ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് കൊള്ളാം കേട്ടോ, പൊളിയാ. ഞാൻ തിരിച്ചാണ്ട് ആ കറുവാടിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചോറിൻ്റെ കൂടെ മിക്സ് ആക്കി കിടക്കുമ്പോൾ കാണുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ. പിന്നെ നിങ്ങൾ നോക്കിയാൽ മിക്സായി കാണുമ്പോൾ കാണുന്ന ഒരു സ്റ്റൈല്, എന്നിട്ടിത് വായിലോട്ട് വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പ എന്നാ പൊളിയാണല്ലേ. അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. അപ്പം നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ധനേഷ്.